അതിർത്തിക്ക് അപ്പുറത്ത് ബംഗ്ലാദേശ് കത്തുകയാണ്. ഹിന്ദുവേട്ടയും ആൾക്കൂട്ട കൊലപാതകങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും കൊണ്ട് ആ രാജ്യം ശ്വാസം മുട്ടുന്നു. ഇതിനെതിരെ ഡൽഹിയിലെ രാജവീഥികളിലും കൊൽക്കത്തയിലെ തെരുവുകളിലും ഇന്ത്യക്കാർ ഒന്നടങ്കം ഇറങ്ങിക്കഴിഞ്ഞു. അനീതിക്കെതിരെ ഇന്ത്യ ശബ്ദമുയർത്തുകയാണ്. മൈമൻ സിംഗിൽ ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്ന ശേഷം കെട്ടിത്തൂക്കി തീയിട്ട ക്രൂരത കണ്ടില്ലെന്ന് നടിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയില്ല. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വന്നതിന് ശേഷം ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധത ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. കൂടാതെ ഇന്ത്യയുമായുള്ള മുൻകാല കരാറുകൾ പുനർപരിശോധിക്കണമെന്ന ഭീഷണി ധാക്ക മുഴക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് നയതന്ത്രപരമായ മറ്റൊരു നീക്കം നടന്നിരിക്കുന്നത്. റഷ്യൻ അംബാസിഡർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് 1971 ഓർമ്മയുണ്ടാവണമെന്ന്. എന്തുകൊണ്ടാണ് റഷ്യ ഇങ്ങനെ പറയുന്നത്? അതിന് ഉത്തരം കിട്ടണമെങ്കിൽ ചരിത്ര താളുകളൊന്നും മറിച്ചു നോക്കണം. കിഴക്കൻ പാകിസ്ഥാനിൽ ലക്ഷക്കണക്കിന് ബംഗാളികളെ പാക് സൈന്യം കൊന്നൊടുക്കിയ കാലം. 10 ലക്ഷത്തിലധികം പേർ ഇന്ത്യയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിയെത്തി. ലോകം മുഴുവൻ മൗനം പാലിച്ചപ്പോൾ ഇന്ത്യ നെഞ്ചു വിരിച്ചു നിന്നു. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അയൽപ്രദേശത്ത് സമാധാനം നിലനിർത്താൻ കൃത്യമായ ഇടപെടലുകൾ നടത്തി. ഇതേസമയം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്കയും ബ്രിട്ടനും പാകിസ്ഥാനും ഒപ്പം ചേർന്നു. പാകിസ്ഥാന് വേണ്ടി US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ 7ാം കപ്പൽപ്പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചിരുന്നു. ഈ സമയത്താണ് ഇന്ദിരാഗാന്ധി എന്ന ഭരണാധികാരിയുടെ യഥാർത്ഥ കരുത്ത് ലോകം കണ്ടത്. നിക്സന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ സോവിയറ്റ് യൂണിയന്റെ സഹായം അഭ്യർത്ഥിച്ചു. സോവിയറ്റ് യൂണിയന്റെ കപ്പൽ വ്യൂഹം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അണിനിരന്നു. അമേരിക്കൻ സേനയ്ക്ക് അതോടെ പിൻവലിയേണ്ടി വന്നു. കിഴക്കൻ പാകിസ്ഥാനിൽ അപ്പോഴേക്കും പാകിസ്ഥാൻ സൈന്യം വലിയ സൈനിക മുന്നേറ്റം നടത്തി. പാക് സൈന്യത്തിൻ്റെ ക്രൂരത അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കൂടെ കൂട്ടി അപ്പോഴേക്കും ഷെയ്ഖ് മുജീബുർ റഹ്മാൻ മുക്തി ബാഹിനി എന്ന പേരിൽ ഒരു സായുധ സേന സജ്ജമാക്കി കഴിഞ്ഞിരുന്നു. ഇന്ത്യ ആ വിമോചന പോരാളികൾക്ക് വലിയ സഹായങ്ങൾ നൽകി. അവർക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തത്, അതിർത്തികൾക്കപ്പുറത്ത് പ്രത്യേക ക്യാമ്പുകൾ സ്ഥാപിച്ച് അത്യാധുനിക സൈനിക പരിശീലനം നൽകി. എങ്ങനെ ഒളിപ്പോര് നടത്താമെന്നും ശത്രുവിൻ്റെ വാർത്താവിനിമയ ബന്ധങ്ങൾ എങ്ങനെ തകർക്കണമെന്നും ഇന്ത്യൻ സേന അവരെ പഠിപ്പിച്ചു. മുക്തി ബാഹിനിയിലെ പോരാളികൾക്ക് തോക്കുകൾ മാത്രമല്ല ഇന്ത്യ നൽകിയത്, മറിച്ച് ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന പോരാട്ട വീര്യമാണ് ഇന്ത്യ ആ ജനതയ്ക്ക് പകർന്നു നൽകിയത്. സ്വന്തം രാജ്യത്ത് അന്യരായി പോയ ബംഗാളികളെ ഇന്ത്യൻ സൈനികർ ചേർത്ത് പിടിച്ചു. ആ കരുതലിൻ്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാഷ്ട്രം. കേവലം 13 ദിവസം കൊണ്ട് പാക് സൈന്യത്തെ ബംഗ്ലാദേശി വിമോചന പോരാളികൾ മുട്ടുകുത്തിച്ചു. 93,000 പാക് സൈനികർ ഇന്ത്യക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സൈനിക കീഴടങ്ങൽ. പാകിസ്ഥാൻ ഈസ്റ്റേൺ കമാൻഡ് മേധാവി ജനറൽ AK നിയാസി, ഇന്ത്യൻ കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡ് ഇൻ ചീഫായ ലഫ്റ്റനന്റ് ജനറൽ ജഗ്ദീപ് സിംഗ് അറോറയ്ക്ക് മുന്നിൽ കീഴടങ്ങൽ രേഖയിൽ ഒപ്പിട്ടതോടെ ലോക ഭൂപടത്തിൽ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യം പിറവിയെടുത്തു. ഇന്ത്യയുടെ ചോരയും വിയർപ്പും കൊണ്ടാണ് ആ രാജ്യം ഉണ്ടായത്. ഇന്ത്യക്ക് നേരെ ആക്രമണത്തിനൊരുങ്ങുന്ന ബംഗ്ലാദേശികളെ ആ ചരിത്രം ഓർമ്മിപ്പിക്കുക മാത്രമാണ് റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ ഗ്രിഗേറിയേവിച്ച് ചെയ്തത്.